ജപ്പാനിലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു സുഹൃത്ത് ലഗേജ് എടുത്തു വെച്ചപ്പോൾ അത് വെക്കുന്ന സ്ഥലത്ത് കുറച്ച് പൊടിയുണ്ട്, അത് കയ്യിലായി. അവിടെയുള്ള ആളെ വിളിച്ച് ഇതിൽ പരാതി പറഞ്ഞു. ഉടനെ തന്നെ അയാൾ ക്ഷമ ചോദിച്ചിട്ട് തിരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ആൾ വന്നിട്ട് അവരുടെ അടുത്തിരുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേ സമയം അയാൾ അതിന് ക്ഷമ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തത്തിൽ വീഴ്ച സംഭവിച്ചാൽ അല്ലെങ്കിൽ ചെയ്ത കാര്യത്തിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് നാണക്കേടാണ്, എനിക്കു തന്നെയും മോശമാണ്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ അതിൻ്റെ സർവീസ് കിട്ടേണ്ട ആളോട് ക്ഷമ ചോദിക്കുകയാണ് വേണ്ടത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്താ സംഭവിക്കുക? ഞാൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വത്തിലെ വീഴ്ച ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിനെ ന്യായീകരിക്കും, രണ്ടാമത് അത് ചൂണ്ടിക്കാണിച്ച ആളോട് ദേഷ്യവും വെറുപ്പും പകയുമായിരിക്കും. യഥാർത്ഥത്തിൽ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കാതിരിക്കുന്നത് എനിക്ക് തന്നെ കുറച്ചിലാണ് എന്ന ബോധത്തിൽ നിന്ന് സേവനം കിട്ടേണ്ട ആൾക്കത് നന്നായി നൽകലാണ് എൻ്റെ ആത്മാഭിമാനം എന്ന് മനസ്സിലാക്കുന്നിടത്താണല്ലോ നമ്മുടെ വ്യക്തിത്വം നിലകൊള്ളുന്നത്.